നമസ്കാരം. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി അഭിനയിക്കുന്ന വൈശാഖ് സംവിധാനം ചെയ്ത ഖലീഫ ഇന്നലെ തിയേറ്ററുകളിലെത്തി. നിങ്ങൾ സാധാരണ ഈ പ്രമുഖ വ്ളോഗർമാരുടെ അഭിപ്രായങ്ങൾ കണ്ട് സിനിമ കാണാൻ പോകുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കൂ. ഒരാൾ പറയുന്നു ഇന്ദ്രൻ സേട്ടൻ ഇതിനകത്ത് വളരെ രസമായിട്ടുണ്ട്. ഇന്ദ്രൻ സേട്ടനാണ് അങ്ങേരുടെ ഡയലോഗ് ഡെലിവറിയിലാണ് മമ്പറം പള്ളിയിൽ ഉറൂസ് ഉള്ളത്. അത് ഇടയ്ക്കും തലയ്ക്കും ഒക്കെ ആണെങ്കിലും പുള്ളി പറയുന്ന ഡയലോഗുകളിൽ നമുക്കൊരു ഹൈ ഫീൽ ചെയ്യും. ഇനി മറ്റൊരാൾ പറയുന്നത് നോക്കാം. പുള്ളി വാ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾ ശ്രീ രഞ്ജി പണിക്കരുടെ അഭിനയത്തെ പറ്റി പറയുന്നത് ഇപ്രകാരമാണ്. രഞ്ജി പണിക്കരുടെ ഒരു ക്യാരക്ടറുണ്ട് അച്ഛനായിട്ട്. പുള്ളി ഇതിൽ നൈസായിരുന്നു. പുള്ളി ഞാൻ എപ്പോഴും പറയുന്ന പുള്ളി ഏറെ പിടിച്ചിട്ട് ഇതുവരെ ഏറെ പിടുത്തമില്ല. ഒരു പഞ്ചപ്പാവും പക്ക അച്ഛനായിട്ടുള്ള ആ ഒരു ക്യാരക്ടർ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേയാൾ രഞ്ജി പണിക്കർ ഭയങ്കര ബലം പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് പുള്ളിയുടെ ആ ഇന്റൻസ് ഇമോഷൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഒന്നും തോന്നിയില്ല. ഒരേ സിനിമ, രണ്ട് കഥാപാത്രങ്ങൾ, രണ്ട് വ്ളോഗേഴ്സ്, രണ്ട് രീതിയിലാണ് സിനിമയെ കണ്ടിട്ടുള്ളത്. എപ്പോഴും ഇങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. ഓരോ വ്ളോഗർമാരും അല്ലെങ്കിൽ നിരൂപകന്മാരും അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് പറയുന്നത്. അതിൽ നല്ലതേത് മോശമേത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടൊരു സിനിമയ്ക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം. നിരൂപണങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ സർഗപ്രക്രിയ ആയിരിക്കാം, തൊഴിലായിരിക്കാം, ഹോബി ആയിരിക്കാം. പക്ഷേ ഏതൊരു കലാസൃഷ്ടിയും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിലയിരുത്തിന് ശേഷമായിരിക്കണം നമ്മൾ അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ റിവ്യൂസ് എന്ന് പറയുന്നത് പെയ്ഡ് ക്യാമ്പയിൻസ് ഉണ്ട്, റിവ്യൂ ബോംബിംഗ് ഉണ്ട്. അങ്ങനെ അതിൻ്റെ ചില നെഗറ്റീവ് വശങ്ങളും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരിച്ചറിവായിരിക്കണം ഒരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള മുഖ്യ കാരണം. എല്ലാ സിനിമകളുടെ പിന്നിലും ഒരുപാട് ആൾക്കാരുടെയും പണത്തിൻ്റെയും അധ്വാനമുണ്ട്. അതുകൊണ്ട് എല്ലാ നല്ല സിനിമകളും തിയേറ്ററിൽ ഓടട്ടെ, പ്രേക്ഷകരെ രസിപ്പിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതാരും പൃഥ്വിരാജ് എനിക്ക് പണം തന്നിട്ട് ചെയ്യിപ്പിച്ചാണെന്നോ അല്ലെങ്കിൽ ഞാൻ പൃഥ്വിയുടെ അടുത്ത സിനിമയിൽ അഭിനയിച്ചാൽ ഞാൻ ഈ വ്ളോഗ് ചെയ്തുകൊണ്ട് എനിക്ക് വേഷം കിട്ടിയതാണെന്നോ തരത്തിലുള്ള കമൻറ്റുകളായിട്ടൊന്നും ആരും വരാതിരിക്കട്ടെ. നല്ല സിനിമകൾ ഓടട്ടെ. എല്ലാവർക്കും ഓണക്കാലത്ത് നല്ല സിനിമകൾ നിങ്ങളെ സന്തോഷിപ്പിക്കട്ടെ. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.